എന്റെ തോമസേ, ഞാൻ ഇന്നലെ അവിടെ വന്നപ്പോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നതല്ലേടാ. പിന്നെന്താ പ്രശ്നം രാവിലെ? അവിടെ നമുക്ക് വീതി കൂട്ടണം. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ കോൺട്രാക്ടറുടെ കയ്യിൽ ഫോൺ കൊടു. അയാളില്ലേ? കൊള്ളാം. എടാ, ഞാൻ ഈ ഫോണിൽ കൂടെ എങ്ങനെയാടാ ഇനി വീതി നീളത്തിൻ്റെയൊക്കെ കണക്ക് പറയണത്? വീഡിയോ കോൾ ചെയ്യാന്നാ? തോമസ് എന്നെ ദേഷ്യപ്പെടുത്തല്ലേ നീ? എനിക്കിപ്പോ സൗകര്യമില്ല വീഡിയോ കോൾ ചെയ്യാൻ. എടാ, ഇന്നലെ ഞാൻ വന്നപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലടാ നിങ്ങളോട്. തോമസേ, ഞാനൊരു കാര്യം പറയാം. തോമസേ, എനിക്ക് ജോലിക്കാരോട് ദേഷ്യപ്പെട്ട് ശീലമില്ല. KSEBയിൽ വർക്ക് ചെയ്യുന്ന കാലം മുതൽ ഞാൻ എൻ്റെ കീഴിലുള്ള ഒരു ജോലിക്കാരോടും ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല. അറിയാമോ നിനക്ക്? അവരെയൊക്കെ ഞാൻ എൻ്റെ മക്കളെ പോലെ കണ്ടേക്കണത്. ശരി, ആ കോൺട്രാക്ടർ വരുമ്പോൾ എന്നെ വിളിക്കാൻ പറ. ഓക്കെ. എന്ത് ചേട്ടാ, കോൺട്രാക്ടർ വന്നില്ലേ ഇന്ന്? പറയണ്ട, ഒരുത്തനെ നമുക്ക് പറ്റാനായിട്ടാണ് വേറൊരുത്തരെ ഏൽപ്പിച്ചത്. അവൻ അതിലും കടം. അയ്യോ, എന്താ? എന്ത് പറ്റി? എന്ത് പറ്റി? പണിസ്ഥലത്ത് നിന്ന് വിളിച്ചതാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട്. അടുക്കള വീതി കൂട്ടാൻ വേണ്ടി സാങ്ഷനൊക്കെ നമ്മൾ എടുത്തതാണ്. എന്ന് കരുതി നമ്മുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. എല്ലാ കോൺട്രാക്ടർക്കും അറിയാന്നേ. ഇപ്പൊ ഒരു കാര്യം ചേട്ടാ, വണ്ടി എടുക്കട്ടാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. എന്തിന്? ഇന്നലെ അവിടെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോവാൻ നിന്നാ ദിവസവും ചെല്ലണ്ട വരും. അതിന്റെ ആവശ്യമില്ല. ആ തോമസ് ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ നല്ല ആത്മാർത്ഥമായിട്ട് അവിടെ പണിയെടുക്കുന്നേ. തോമസിന് ആത്മാർത്ഥത ഉണ്ട്. അത് മനസ്സിലാക്കിയ കോൺട്രാക്ടർ എല്ലാം തോമസിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവനവന്റെ തോന്നി വഴി കിടക്കുക. എന്നാ പിന്നെ തോമസിനെ പിടിച്ച കോൺട്രാക്ടറായി കൂടി. അതാ ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കണത്. ഈ പണിക്കാരെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനേ ഭയങ്കര പാടാണെന്നേ. 5-6 പേര് ജോലിക്ക് വന്നാൽ അതിൽ ഒരാളെ കാണും ആത്മാർത്ഥതയുള്ളത്. ചിലർക്കാണെങ്കിലോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നേരം വയ്യണം, കാശ് മേടിച്ചോണ്ട് പോകണം. അങ്ങനെ ആത്മാർത്ഥമുള്ള ഒരാളെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതാണ് തോമസ്. അതെ. உங்களுக்கு டீ. അല്ല, ഞാൻ രാവിലെ ഒരു ചായ നടക്കാൻ പോയപ്പോ കുടിച്ചതാണ്. அம்மா சொன்னாங்க நீங்க காலையில 2 டீ குடிப்பீங்கன்னு. രണ്ടാമത്തെ ടീ. താങ്ക് യു. സീതാമ്മേ, പണിയൊക്കെ നേരെ നടക്കണമെങ്കിൽ അമ്മുമ്മയെ പിടിച്ച് 2-3 ദിവസം അവിടെ നിർത്തിയാൽ മതി. പണിക്കാരെ നിയന്ത്രിച്ച് നിർത്താൻ അമ്മുമ്മയെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. അത് പാറ പറഞ്ഞത് കറക്റ്റാണ് കേട്ടാ. നമ്മള് പടവലത്തെ പറമ്പിലൊക്കെ പണിക്കാരെ പണിയാൻ നിർത്തും. അപ്പൊ അവന്മാര് പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോ അമ്മൂമ്മയുടെ തലവട്ടം കണ്ടാ മതി, അപ്പൊ ചാടിയിട്ട് എല്ലാം പണിയാൻ തുടങ്ങും. உங்களுக்கு காலையில தோசையும் உருளைக்கிழங்கு குழம்பும் பிடிக்குமா? അതിപ്പോ എന്തായാലും നമുക്ക് ഇഷ്ടാ. പിന്നെ ഉരുളക്കിഴങ്ങ് ചേട്ടന് ഭയങ്കര ഇഷ്ടം അല്ലേ ഏട്ടാ? പിന്നെ വേറെ സ്പെഷ്യൽ വല്ലതും വേണമെങ്കിൽ പറയണേ. നമുക്ക് എന്ത് സ്പെഷ്യൽ? ഇതൊക്കെ മതിയെന്നേ. அவனுக்கு ஸ்பெஷல் வேணும், அதனால அவன் சொல்றான். സ്പെഷ്യൽ വേണോടാ? അല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ട് ഇറങ്ങും. എനിക്ക് പറഞ്ഞോ, ചിക്കൻ വേണോ, മട്ടൻ വേണോ, ബീഫ് വേണോ? ഇന്ന് എന്റെ വക സ്പെഷ്യൽ. ഒന്നും വേണ്ട, ഇവിടെ ഉള്ളതൊക്കെ ഞാൻ കഴിച്ചാൽ മതി. അങ്ങനെ പറയരുത്. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എല്ലാ കാര്യത്തിലും ഞങ്ങളും കൂടെ ഉണ്ടാവും. അല്ലേ ഇതേ? അതെ, നമ്മൾ എന്തായാലും ഇവിടെ ഒരു വീട് പോലെയല്ലേ ഇപ്പൊ നിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അല്ലേ നമ്മളോട് ചേർന്ന് വേണ്ടേ ചെയ്യാൻ? പിന്നെ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആന്റി, ആ സ്റ്റെപ്പിന്റെ അവിടെ എന്റെ ഇവിടെ 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 இங்கயா? എന്റെ അവിടെ അവിടെ எங்க? இங்க தானே? ആ ചേറിന്റെ അടിയിലൊക്കെ. എന്തോന്ന് ആന്റി നല്ലപോലെ തുടക്കാത്തേ? എന്റെ ഇവിടൊക്കെ തുടക്കി ഒന്ന് അമർത്തി തുടക്ക ആന്റി. ഇങ്ങോട്ടാ, ഞാൻ തുടക്കാം. என்ன பாரு இது? நீ என்ன கான்ட்ராக்டர் அங்க தொட இங்க தொடன்னெல்லாம் சொல்றதுக்கு? எனக்கு தெரியும் எப்படி தொடக்கணும்னெல்லாம். എനിക്ക് തുടക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സമ്മതിക്കണ്ടേ. എനിക്ക് കോൺട്രാക്ട് എങ്കിലും വിടാന്ന് വിചാരിച്ചു. പാറുവേ, ജോലി ചെയ്തോണ്ടിരിക്കുന്നവരെ തടസ്സപ്പെടുത്താതെ കേറിപ്പോയേ. അത് തന്നെ, കേറിപ്പോന്നൊക്കെ അമ്മ. ഈ വീട്ടിലെ ഏറ്റവും കുഴപ്പം നീയാ. ഇവിടെ ഏറ്റവും കൂടുതൽ കുഴപ്പം അമ്മൂമ്മയാ. ഒരെണ്ണം തന്നാലുണ്ടല്ലോ കേട്ടോ.
ആരമ്മൂമ്മ നമ്മുടെ വീട്ടിലോട്ട് വരുന്നേ? ആ അറിഞ്ഞൂടാ. ഇതൊരു ഏലിയൻസാ. ചുമ്മാ ഇരുവച്ചേ. നമസ്കാരം. നമസ്കാരം. ആരാ? ഞാൻ രഞ്ജു. ആ അമ്മൂമ്മ രഞ്ജു. നിനക്കറിയാവോ? ഇല്ല, പറഞ്ഞിട്ടില്ലേ. ഞാൻ കുഞ്ചു. ഇതൊന്ന് പിടിക്കോ? ഇത് പിടി. ഇത് പിടി. വെച്ചേക്കട്ടെ. അമ്മൂമ്മ ഇതെന്തോന്ന് രണ്ടുപേരെ പോലത്തെ ഒരാളാ? അല്ല, ഒരാളെ പോലത്തെ രണ്ടുപേരാ. രണ്ടുപേരും ഒരുപോലാന്നങ്ങ് പറഞ്ഞാ പോരായോ? അമ്മൂമ്മ രണ്ടുപേരും ഒരേപോലെ അല്ലേ ഇരിക്കുന്നേ? അപ്പൊ ഒരാളെ പോലെ രണ്ടുപേര് അങ്ങനെ പറഞ്ഞാ പോരി. ടിൻസായി ഇവര്. നിങ്ങൾ ആരാ? ഈ ലച്ചുവിന്റെ ഭർത്താവ് സിദ്ധുവിന്റെ വീടല്ലേ? അങ്ങനല്ല, സിദ്ധുവിന്റെ ഭാര്യ ലച്ചുവിന്റെ വീടായി. ഞങ്ങൾ ഈ ജനാർദ്ദൻ. നീ പറ. ആരെങ്കിലും പറഞ്ഞാ മതി, ഞങ്ങക്ക് മനസ്സിലാവും. ഞങ്ങൾ ഈ ജനാർദ്ദനം അങ്കിളിന്റെ മാമന്മാരാ. അങ്ങനെയല്ലടാ. ഞങ്ങൾ ജനാർദ്ദനങ്ങളുടെ അയ്യോ അങ്ങനെ ഇതേടേല് അല്ല അതെ ഞങ്ങളെ ഞങ്ങളുടെ വലിയ മാമനാണ് ജനാർദ്ദനങ്ങൾ. അതെ. ആ ജനാർദ്ദന്റെ മരുമക്കളാന്നോ? അതന്നെ. എവിടുന്നാ വരുന്നേ? വീട്ടിൽ നിന്ന്. അല്ല അത് മനസ്സിലായി. എവിടാ നാട്? മാമന്റെ അവിടെ തന്നെ. ഓ കുഴിപ്പുളത്തുനിന്ന് വരുവാന്നോ? ആ മാമനെ കാണാൻ വന്നയാണോ? ഇല്ല, മാമീനെ കാണണം. എന്തായിരുന്നു പേരെന്തായിരുന്നു? ഞാൻ രഞ്ജു. കുഞ്ചു. എന്നാ പിന്നെ രഞ്ജിച്ചടവാ. അല്ല, ഞാൻ ഇവനാണ്, ഞാൻ കുഞ്ചുവാണ്. കുഞ്ചു. എനിക്ക് കുഞ്ചിച്ചടവാ. അല്ല ഇവനാണ് കുഞ്ചു. ഞാനാണ് കുഞ്ചു, ഇവൻ രഞ്ജു. എന്നാ പിന്നെ കുഞ്ചു വായോ. അല്ല ഞാൻ രഞ്ജുവാണ്. ഇവനാണ് കുഞ്ചു. ഇവനാ കുഞ്ചു. രഞ്ജുവും കുഞ്ചു. അപ്പൊ കുഞ്ചാമ്മയുടെ മക്കളാണോ? വായോ വായോ.